ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 250 ഗ്രാം ബീൻസ് കൂടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. ഈ ചിക്കന് ഞാൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇത്രയും ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റൈസാണ് കേട്ടോ. അപ്പോൾ റൈസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത ശേഷമാണ് വേവിച്ചത്. ഒരു 80% വേവായി കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. അപ്പോൾ ഞാനിതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഇതാ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ കുറച്ചധികം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടറിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നുമില്ല കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ ഇത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇതാ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് കേട്ടോ. ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകും നല്ലപോലെ ഇതാ പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നതിൽ ഏറ്റവും വേവ് കൂടുതലുള്ള ഒരു വെജാണ് കേട്ടോ ഇത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ബീൻസിനാണ്. അതുകൊണ്ടാണ് ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീൻസ് ഇതാ ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴറ്റിയെടുക്കുന്ന എല്ലാ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് കണ്ടു വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല, കാരണം നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതൊരു 1/4 വേവാവുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബീൻസ് ഒരു 1/4 വേവൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും വേവ് ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ബീൻസ് വേവിച്ചതുപോലെ ഒരു 1/4 വേവാവുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇതാ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വലിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വലിയ ഉള്ളിക്ക് പകരം കേബേജൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ക്യാരറ്റും ബീൻസൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ വേവ് കുറഞ്ഞ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കേണ്ടതാണ്. ഇനി ഇതുകൂടെ നല്ലപോലെ വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളി ഇതാ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇത് സ്പ്രിംഗ് ഓണിയനൊക്കെ ചെറുതായി അരിഞ്ഞത് ഈ ഫ്രൈഡ് റൈസിലേക്ക് നല്ല ബെസ്റ്റാണ് കേട്ടോ. ഇനി ക്യാപ്സിക്കവും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ ക്യൂബാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചിക്കൻ ക്യൂബിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അത് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യൂബ്സൊക്കെ ഞാൻ നല്ലപോലെ ഇതിലിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
മല്ലിയില വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ഇത് യോജിപ്പിച്ചത് ഇത്രയും മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ സോയാ സോസാണ് കേട്ടോ. നല്ല ഡാർക്ക് സോയാ സോസാണ്. അപ്പോൾ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ സോയാ സോസ്. ഈ സോയാ സോസ് വെജിറ്റബിൾസിലേക്ക് നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് സോയാ സോസൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. 2 മുട്ടയുടെ മഞ്ഞയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ നല്ലപോലെ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെജിറ്റബിളിൻ്റെ മിക്സൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാം. ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഞാനിത് നല്ലപോലെ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റൈസ് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരമുറി നാരങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഒരു അരി ഒട്ടാതിരിക്കാനും മുറിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വേവിച്ച ചോറൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള എല്ലാതും ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എപ്പോഴും നല്ല വെള്ള കളറിൽ കാണാനായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ റൈസൊക്കെ അതാ ഞാൻ നല്ലപോലെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ ഈ റൈസ് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് സ്മെല്ലൊക്കെ അതിലേക്കൊന്ന് പിടിക്കാനായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരു 7-8 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പം നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ വെജിറ്റബിൾസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ 1-2 വെജിറ്റബിൾസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളത് നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഈ റൈസിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.